വിശ്വാസത്തിന്റെ സാരാംശം എന്താണ്? വാട്ട് ഈസ് ദി എസൻസ് ഓഫ് ഫെയ്ത്ത്? ഉറപ്പ്, അഷ്യൂറൻസ്. ദൈവം അനേകം വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുകയും ഈ വെളിപ്പാടുകളിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ ഉറപ്പ് നൽകുന്നു. വിശ്വാസം ഇരുട്ടിലേക്കുള്ള ഒരു എടുത്തുചാട്ടമല്ല, പ്രത്യുത വെളിച്ചത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ്. അത് ആഗ്രഹത്താൽ ഉളവാകുന്ന ചിന്തയല്ല, ദൈവവചനത്തിന്റെ ശക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഉറപ്പാണ്. God has given many promises. Faith affirms these promises and relies on these revelations. This gives the heart the assurance of faith. Faith is not a leap into darkness, but a leap into the light. It is not a wishful thinking, but an assurance based on the strong evidence of God's word. അന്ത്യകാലത്തു ആര് മുഖാന്തരമാണ് ദൈവം നമ്മോട് അരുളിച്ചെയ്തിരിക്കുന്നത്? Through whom has God spoken to us in these last days? യേശുക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. പ്രവാചകന്മാർ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സന്ദേശങ്ങളെ അറിയിക്കുവാനായി ദൈവം നിയോഗിച്ചയച്ച മനുഷ്യർ. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ തന്റെ മുഴുവനായും പൂർണ്ണമായുമുള്ള അസ്തിത്വത്തെ വെളിപ്പെടുത്തി. Prophets in the Old Testament. Men commissioned and sent by God to convey God's messages. But in these end times, God has revealed His full and complete being through His Son, Jesus Christ. ലോകാവസാനത്തിൽ എന്തിനാൽ പാപപരിഹാരം വരുത്തുവാനാണ് ഒരിക്കൽ പ്രത്യക്ഷനായത്? Why did He appear once at the end of the world to atone for sins? സ്വന്തയാഗം, സെൽഫ് സാക്രിഫൈസ്. പഴയ നിയമ കാലഘട്ടത്തിലെ മൃഗങ്ങളുടെ യാഗത്തിന് പാപത്തിന്റെ കാഠിന്യത്തെ പൂർണ്ണമായും മാറ്റുവിൻ കഴിയുന്നതല്ലായിരുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ചവനായി ദൈവത്തിന്റെ കുഞ്ഞാടായി യേശുക്രിസ്തു പരമയാഗമായി തീർന്നു. The animal sacrifices of the Old Testament era were not able to completely remove the severity of sin. Jesus Christ, the Lamb of God, became the ultimate sacrifice, taking away the sin of the world. തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് യാഗമായത് ആര്? Who has once sacrificed himself? യേശുക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ യാഗം മനുഷ്യരുടെ പാപമോചനത്തിന് മതിയായതായിരുന്നു. അവൻ തന്നെത്താൻ അർപ്പിച്ച് ലോകത്തിന്റെ പാപം എടുത്തുമാറ്റി. ഈ ഏകയാഗത്തിന്റെ ആവർത്തനം അനാവശ്യവും അചിന്തനീയവുമാണ്. Christ's sacrifice was sufficient for the forgiveness of sins. He offered himself and took away the sin of the world. A repetition of this one sacrifice is unnecessary and unthinkable. ആത്മാവിന്റെ ഒരു നങ്കൂരം എന്താണ്? What is an anchor of the soul? പ്രത്യാശ, hope. പ്രത്യാശ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ വേരൂന്നിയതും അവന്റെ വചനത്തിൽ നങ്കൂരമിട്ടതുമായ ഭാവി അനുഗ്രഹങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും ആത്മവിശ്വാസമുള്ള പ്രതീക്ഷയാണ്. ഇത് വിശ്വാസികളെ സ്ഥിരോത്സാഹം കാണിക്കാനും പരീക്ഷണങ്ങൾ സഹിക്കാനും നിത്യമായ ഒരു കാഴ്ചപ്പാടോടെ വിശ്വാസജീവിതം നയിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. Hope is the confident expectation of future blessings and promises, rooted in God's faithfulness and anchored in His word. It encourages believers to persevere, endure trials, and live a life of faith with an eternal perspective. ദൈവേഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ എന്താണ് ആവശ്യം? What is required to do God's will and receive the promise? സഹിഷ്ണുത, endurance. സഹിഷ്ണുതയിൽ യേശുവിന്റെയും വിശ്വാസനായകന്മാരുടെയും മാതൃക പിന്തുടർന്ന് വിശ്വസ്തതയോടും ദീർഘകാല വീക്ഷണകോണോടും കൂടി പരീക്ഷണങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും സ്ഥിരോത്സാഹം കാണിക്കുന്നത് ഉൾപ്പെടുന്നു. അതിന് നിത്യജീവൻ, രക്ഷ, വിശ്വാസത്തിൽ പക്വത എന്നിവ പ്രതിഫലമായി ലഭിക്കുന്നു. Endurance involves persevering through trials and suffering with faithfulness and a long-term perspective. Following the example of Jesus and the leaders of faith, it is rewarded with eternal life, salvation, and maturity in the faith. മഹാപ്രതിഫലമുള്ള എന്താണ് തള്ളിക്കളയാൻ പാടില്ലാത്തത്? What is of great reward that should not be rejected? ധൈര്യം, courage. ധൈര്യം എന്നത് യേശുവിന്റെയും വിശ്വാസനായകന്മാരുടെയും മാതൃക പിന്തുടർന്ന് പ്രതികൂല സാഹചര്യങ്ങളിൽ വിശ്വാസം നയിക്കുന്ന സഹിഷ്ണുതയും ഉൾക്കൊള്ളുന്നു. അതിന് നിത്യജീവൻ, ആത്മവിശ്വാസം, വിശ്വാസത്തിലെ പക്വത എന്നിവ പ്രതിഫലമായി ലഭിക്കുന്നു. Courage also includes faith-driven endurance in the face of adversity. Following the example of Jesus and the leaders of faith, it is rewarded with eternal life, confidence and maturity in faith.
വിശ്വാസത്താലും ദീർഘക്ഷമയാലും എന്ത് അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരുന്നത്? What do we become imitators of those who through faith and patience inherit? വാഗ്ദത്തങ്ങളെ, promises, വാഗ്ദാനങ്ങൾ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ വേരൂന്നിയതും അവന്റെ ജനത്തോടുള്ള അവന്റെ പ്രതിബദ്ധതകളെയും ഉറപ്പുകളെയും ഊന്നിപ്പറയുന്നതുമാണ്. അവ വിശ്വാസികൾക്ക് പ്രത്യാശയും പ്രോത്സാഹനവും ഉറപ്പും നൽകുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാനും പിന്തുടരാനും അവരെ വിളിക്കുന്നു. The promises are rooted in God's faithfulness and emphasize His commitments and assurances to His people. They give believers hope, encouragement, and assurance, calling them to trust and follow God's promises. നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനു കേട്ടത് അധികം ശ്രദ്ധയോടെ എന്തു ചെയ്യണം? What should we do to pay more attention to what we hear so that we don't drift away? കരുതിക്കൊള്ളണം. ടേക്ക് കെയർ. ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനു ദൈവം നൽകിയ സത്യത്തിൽ നിന്ന് ഒഴുകിപ്പോകുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിന് ഒരു ശ്രമവും ആവശ്യമില്ല. ശ്രമമില്ലാതിരിക്കുക എന്നതാണ് ഇതിന് ആവശ്യം. ദൈവത്തിൽ നിന്ന് ദൂരേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഈ പ്രവാഹങ്ങൾ അപകടത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ആകാതിരിപ്പാൻ ഹൃദയത്തിൽ ദൈവവചനത്തെ കരുതിക്കൊള്ളണം. To avoid being swept away from the truth that God has given, it is very easy to be swept away. It does not require any effort. It requires the absence of effort. These currents that carry us away from God lead to danger. To avoid this, we must keep the word of God in our hearts. വിശ്വസിച്ചവരായ നാം എന്തിൽ പ്രവേശിക്കുന്നു? What do we who believe enter into? സ്വസ്ഥതയിൽ, in rest. സ്വസ്ഥത എന്നാൽ ആത്മീയ സ്വസ്ഥത എന്നാണ്. യേശുക്രിസ്തുവിലുള്ള രക്ഷയിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ് ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്കു പ്രവേശിക്കുവാനുള്ള ഏക മാർഗം. Rest means spiritual rest. It points to salvation in Jesus Christ. Faith in Christ is the only way to enter into God's rest.